നാം ജീവിക്കുന്ന ഈ ലോകം എത്രമാത്രം സംഘർഷഭരിതമാണ്. ആരെയും മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറല്ല. എല്ലാവരോടും ഒരുപാട് പ്രതീക്ഷകളും ആവശ്യങ്ങളും വെച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അവൻ മാറണം, അവൾ തന്നെ ശരിയാക്കണം, അവർ എങ്ങനെയാണ് ഇങ്ങനെ പെരുമാറുന്നത്, ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരിൽ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നു. പക്ഷെ അതിനിടയിൽ ഒരുതരം വിഷം നമുക്കകത്തേക്ക് പതിയെ പ്രവേശിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഉള്ളിൽ തികച്ചും വ്യക്തമായ ഒരു ചിത്രമുണ്ട്. ലോകം എങ്ങനെയായിരിക്കണം എന്ന് നമ്മുടെ ഉള്ളിൽ നമ്മൾ വ്യക്തമായി ചിത്രീകരിച്ചിട്ടുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന നീതിയും ശരിയും അനുസരിച്ച് മറ്റെല്ലാവരും പെരുമാറണമെന്നും നമുക്ക് തോന്നുന്നു. പക്ഷെ അവരുടെ ഈ ചിന്താചൂടും അതിൻ്റെ അടിസ്ഥാനവും നമ്മൾ കണക്കിലെടുക്കാറില്ല. ഒരിക്കൽ ഒരു സ്ത്രീ സന്യാസിയുടെ അടുത്ത് ചെന്ന് സങ്കടം പറഞ്ഞു. എൻ്റെ ഭർത്താവ് രാജ്യത്തിനു വേണ്ടി യുദ്ധഭൂമിയിലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റം തോന്നി. അധികം സംസാരിക്കുന്നില്ല, സംസാരിച്ചാൽ തന്നെ ശുഭിതനുമാണ്. സന്യാസി പറഞ്ഞു, ഞാനൊരു മാന്ത്രിക മരുന്ന് ഉണ്ടാക്കിത്തരാം. പക്ഷേ അതിലിടാൻ ജീവനുള്ള കടുവയുടെ മീശരോമം വേണം. ആ സ്ത്രീ പിറ്റേ ദിവസം ഇറച്ചി കഷ്ണങ്ങളുമായി കാട്ടിൽ കടുവയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഗുഹയുടെ മുൻപിലെത്തി. ഇറച്ചി ഗുഹയുടെ കവാടത്തിൽ വെച്ച് കാത്തിരുന്നുവെങ്കിലും കടുവ വന്നില്ല. ആഴ്ചകളോളം ഇത് ആവർത്തിച്ചപ്പോൾ കടുവ പുറത്തെത്തി. മാസങ്ങൾക്കു ശേഷം കടുവയുമായി ഒരു സൗഹൃദത്തിലായ ആ സ്ത്രീ ഒരു മീശരോമവും നേടി. തിരിച്ചെത്തിയ അവളുടെ കയ്യിൽ നിന്നും ആ രോമം വാങ്ങി സന്യാസി കത്തിച്ചു കളഞ്ഞു. അത്ഭുതത്തോടെ നിന്ന അവളോട് അദ്ദേഹം പറഞ്ഞു, ക്ഷമയോടെ കാത്തിരുന്ന നിനക്ക് കടുവയുടെ രോമം എടുക്കാൻ കഴിഞ്ഞു. കടുവയേക്കാൾ ഭീകരനല്ല ഭർത്താവ്. തോൽപ്പിക്കാനാകാത്ത വിധം ശക്തനല്ല ഒരു എതിരാളിയും. തരണം ചെയ്യാൻ കഴിയാത്ത വിധം ദുർഘടമല്ല ഒരു പ്രശ്നവും. എത്തിച്ചേരാനാകാത്ത വിധം വിദൂരമല്ല ഒരു ലക്ഷ്യവും. സമീപനത്തിലാണ് വ്യത്യാസം വരുത്തേണ്ടത്. ഓരോന്നിനെയും എങ്ങനെ സമീപിക്കണമെന്ന തിരിച്ചറിവും അതിനനുസരിച്ചുള്ള നയതന്ത്രവുമാണ് വിജയത്തിൻ്റെ രസതന്ത്രം. പിടികൊടുക്കരുതെന്ന വാശി ആർക്കും ഉണ്ടാകണമെന്നില്ല. നിബന്ധനകളോ നിർബന്ധങ്ങളോ ഇല്ലാത്ത ഹൃദയപൂർവ്വം ഇടപെടുന്നവരുടെ മുൻപിൽ തോറ്റുകൊടുക്കാനായിരിക്കും ആളുകൾക്കിഷ്ടം. താൻ ആഗ്രഹിക്കുന്ന രീതിയിലും നേരത്തും മറ്റുള്ളവർ മാറണമെന്ന വാശി പിടിക്കാതിരുന്നാൽ എല്ലാവരും സ്വയം മാറും.